നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള പോളിംഗ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രധാന ചർച്ച ആര് മുഖ്യമന്ത്രിയാകും, ആര് വനവാസത്തിന് പോകും എന്ന കാര്യത്തിലാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശൻ്റെ പേരും രമേശ് ചെന്നിത്തലയുടെ പേരും KC വേണുഗോപാലിൻ്റെ പേരുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ, അത് പിണറായി വിജയൻ. നിലവിലെ സാഹചര്യത്തിൽ CPIM അവരുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. പോളിംഗ് ശതമാനത്തിലെ വർധന കണ്ടിട്ട് കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയതാണ് മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ഈ ചർച്ച. സാധാരണഗതിയിൽ പാർലമെൻ്ററി പാർട്ടി തീരുമാനമാണ് ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഉണ്ടാവുക, പ്രത്യേകിച്ചും കോൺഗ്രസിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരു വർഷമായി UDF അതിൻ്റെ വിവിധ യോഗങ്ങളിലൊക്കെ തന്നെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പെത്തി, പോളിംഗ് കഴിഞ്ഞു. ഇപ്പോഴത്തെ ചർച്ച ഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് അവർ പ്രധാനമായും പറയുന്നത് ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിലാണ്. ചില നേതാക്കന്മാരുടെ അണികൾ അവരുടെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ചുകൊണ്ട് ചില കോൺഗ്രസ് നേതാക്കളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇനിയും ഫലം വരാനുണ്ട്, മറ്റ് ചർച്ചകൾ നടക്കാനുണ്ട്. ആര് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പോലും ആയിട്ടില്ല. എങ്കിലും കോൺഗ്രസിൽ കൊണ്ടുപിടിച്ച ചർച്ചയാണ് ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നു. വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നടത്തി. സച്ചിൻ പൈലറ്റായിരുന്നു അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസ് വിജയിച്ചു. അശോക് ഗെഹ്ലോട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായി. കർണാടകയിലേക്ക് പോകാം. കർണാടകയിലും തെരഞ്ഞെടുപ്പ് നടന്നു, കോൺഗ്രസ് വിജയിച്ചു. രാഷ്ട്രീയപരമായി ഈ തെരഞ്ഞെടുപ്പിന് എല്ലാ തരത്തിലുള്ള നേതൃത്വവും നൽകിയത് DK ശിവകുമാർ ആയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായത് സിദ്ധരാമയ്യ. ഈ കാര്യങ്ങൾ കൂടി കോൺഗ്രസ് നേതാക്കന്മാർ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡും AICCയും ഒപ്പം പാർലമെൻ്ററി പാർട്ടിയുമാണ്. MLAമാരുടെ പിന്തുണയാണ് സാധാരണ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതും അങ്ങനെ തന്നെയാണ്. എന്തായാലും കേരളത്തിൽ ഒരുപക്ഷെ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിൻ്റെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് ഇപ്പോഴും കിട്ടുന്ന ചർച്ചകളിൽ നിന്നുള്ള സൂചനകൾ. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, മുതിർന്ന നേതാക്കന്മാരാരും തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പ്രത്യക്ഷത്തിൽ അവകാശപ്പെടുന്നില്ല. ആരെങ്കിലും അവരോട് ചോദിക്കുകയാണെങ്കിൽ ഭംഗിയായി അത് നിരസിക്കുകയാണ്. എല്ലാം പാർട്ടി ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് അവർ പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും അക്കാര്യത്തിൽ പറഞ്ഞു, ഇതെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പക്ഷേ 100 എന്ന മാന്ത്രിക സംഖ്യ കോൺഗ്രസ് കടക്കും എന്ന് അവർ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ മോഹങ്ങളൊന്നും തന്നെ ഇവരാരും പുറത്തുവിടുന്നില്ല. എന്നാൽ KC വേണുഗോപാലിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടില്ല, കേരളത്തിലേക്ക് വരാൻ താല്പര്യമില്ല, കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നതിനോടാണ് താല്പര്യമെന്ന് KC വേണുഗോപാൽ പറയും. പിന്നെ ആർക്കാണ് മുഖ്യമന്ത്രിയാകാൻ മോഹം എന്നൊരു ചോദ്യം ഉയരും. പക്ഷേ മോഹമുള്ളവർ ഇപ്പോൾ അത് പുറത്തു പറയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം നേരത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഹൈക്കമാൻഡിൻ്റെ പല തീരുമാനങ്ങളും. അത് നമ്മൾ കണ്ടതാണ് K സുധാകരൻ്റെ കാര്യത്തിൽ. സ്ഥാനാർത്ഥിത്വം മോഹിച്ച് ഡൽഹിയിലെത്തിയിട്ടും അദ്ദേഹത്തിന് പരിഗണന നൽകിയില്ല. UDF കൺവീനർ അടൂർ പ്രകാശും സ്ഥാനാർത്ഥിയാകാൻ മോഹിച്ചിരുന്നു, പക്ഷേ അവസരം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിന് വേണ്ടി ഒരിക്കൽ പോലും ഇപ്പോഴേ തന്നെ അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറല്ല. മെയ് 4 വരെ കാത്തിരിക്കണം എന്താണ് ഫലം എന്നുള്ള കാര്യത്തിൽ. പക്ഷേ പോളിംഗിൽ ഉണ്ടായിരിക്കുന്ന വർധന കണക്കിലെടുത്തുകൊണ്ടാണ്, മാത്രവുമല്ല വടക്കൻ ജില്ലകളിൽ ഉണ്ടായിരിക്കുന്ന കനത്ത പോളിംഗ് വലിയ പ്രതീക്ഷ കോൺഗ്രസ്സിന് നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കന്മാർ അവകാശവാദം
ഉന്നയിക്കുന്നത്. പക്ഷേ CPIM ഇത്തരം അവകാശവാദങ്ങൾക്ക് പിന്നാലെ ഒന്നും പോകുന്നില്ല. വിജയം ഉറപ്പ് എന്ന് അവർ പറയുന്നു. ഇടതുമുന്നണി കൺവീനറും അങ്ങനെ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. തുടർഭരണമുണ്ടാകും, മൂന്നാമതും പിണറായി മുഖ്യമന്ത്രിയായി കേരളത്തിൽ എത്തുമെന്ന്. പക്ഷേ അവിടെ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആവശ്യമില്ല. അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ തന്നെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുമെന്നും അദ്ദേഹം മുന്നണിയിലുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചർച്ച ഇപ്പോൾ ഇടതുമുന്നണിയിലില്ല. പക്ഷേ ഫലം വരുന്നതിന് മുമ്പ് വലിയ ചർച്ച നടക്കുന്നത് കോൺഗ്രസ്സിലാണ്, പ്രത്യേകിച്ചും ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ. നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ വലിയ തരത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് ദേശീയ നേതൃത്വം. കാരണം ചില തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പഴയതുപോലെ പെട്ടെന്ന് ഒന്നും അവർ ചെയ്യുന്നില്ല. അല്പമൊന്ന് ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നുള്ളൂ. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞതും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നപ്പോഴും പ്രചരണ പരിപാടികൾ നടന്നപ്പോഴും ഒക്കെ തന്നെ മുഖ്യമന്ത്രി എന്നൊരു വാക്ക് ദേശീയ നേതാക്കന്മാർ ഉച്ചരിച്ചിട്ടേയില്ല. അതുകൊണ്ട് തന്നെയാണ് CPIM പോലെ അല്ല കോൺഗ്രസിൽ പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിൽ MLA തീരുമാനിക്കും ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ. ഇനി MLA കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ MLA കൂടുതൽ പിന്തുണയുള്ള ആളായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് തീരുമാനം. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്കോ ചർച്ചകളിലേക്കോ പോകാനുള്ള സാധ്യതയും കുറവാണ്. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 100 സീറ്റ് കടന്നില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ഇത് കേട്ട നമ്മുടെ വനമന്ത്രി തന്നെ പറഞ്ഞു, വനവാസത്തിന് പോവുകയാണെങ്കിൽ അവസരമൊരുക്കാൻ വനം വകുപ്പ് തയ്യാറാകുമെന്ന് അദ്ദേഹം ഒരു കളിയാക്കൽ സ്വരത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ പുറത്തു നടക്കുമ്പോൾ നേതാക്കന്മാർ അത് കണ്ടില്ലെന്ന് ഭാവിക്കുകയാണ്. അണികൾ വലിയ തരത്തിൽ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ചില പ്രവചനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു.